നമസ്കാരം. ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞു. എന്തായാലും LDF അധികാരത്തിൽ നിന്ന് പോകുമെന്നും UDF അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഏറെക്കുറെ എന്ന് മാത്രമല്ല, ഒരു 100% ഉറപ്പായിരിക്കുന്ന ഒരവസ്ഥയിലാണ് UDF അധികാരത്തിൽ വരും എന്നുള്ളത്. മാധ്യമങ്ങളൊക്കെ അതാണ് ചർച്ച ചെയ്യുന്നത്. അവർക്കാർക്കും ഒരിക്കലും മറ്റൊരു, അതായത് LDFന് സാധ്യതയുണ്ട് എന്ന് പോലും പറയാനുള്ള ധൈര്യം ആർക്കും ഇല്ലാത്തൊരവസ്ഥയിലാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്. കേരള ചരിത്രത്തിൽ തന്നെ, ഈ സമീപകാല ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ആണ് ഇന്നലെ നടന്നത്. അത് ഭരണവിരുദ്ധ, പിണറായി വിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും വലിയൊരു കനത്ത പോളിംഗ് ഇന്നലെ ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് കണ്ടതോടെ മുഖ്യമന്ത്രിമാർക്ക് വേണ്ടിയുള്ള ഒരു തർക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ രമേശ് ചെന്നിത്തലയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ആലപ്പുഴയിൽ നിന്നാണോ എറണാകുളത്ത് നിന്നാണോ മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് എന്ന്. അതായത് ആലപ്പുഴ രമേശ് ചെന്നിത്തലയുടെ ജില്ലയാണ്, എറണാകുളം VD സതീശൻ്റെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ജില്ലയാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായി പക്വതയോടുകൂടിയുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. മുഖ്യമന്ത്രി കേരളത്തിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് ഈ രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചത്. എന്നാൽ ഈ മുഹമ്മദ് ഷിയാസ്, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അദ്ദേഹത്തിനെ നമുക്കറിയാം. അദ്ദേഹം VD സതീശനോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവാണ്. VD സതീശൻ്റെ വലം കൈയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അത് എറണാകുളത്ത് നിന്ന് തന്നെ ആകണം, അത് VD സതീശനായാൽ അത്രയും സന്തോഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ സതീശനോട് ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ സതീശൻ പറയുന്നത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കപ്പിനും ചുണ്ടിനുമിടയിൽ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതിൽ നിരാശയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും താനാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നൊരു തോന്നലുണ്ടാക്കാൻ VD സതീശനെ പിന്തുണച്ചു നിൽക്കുന്ന കുറേ സൈബർ ഇടങ്ങളും നേതാക്കളും പ്രവർത്തകരും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊരു വിഫല ശ്രമമാകാനാണ് സാധ്യത. കാരണം VD സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച ഒരാളാണ്. കഴിവ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത് ഇന്നേ ദിവസം വരെ അദ്ദേഹം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കേസുമായി പോലും അദ്ദേഹം ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ മറ്റു കോടതികളെയോ സമീപിച്ചിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി എന്തെങ്കിലും പറഞ്ഞ് തിരിഞ്ഞു പോകുന്ന ഒരു നടപടിയാണ് അദ്ദേഹത്തിൻ്റെത്. അല്ലാതെ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ എത്രയോ സമരങ്ങൾ നടന്നു, ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ സമരങ്ങൾ നടന്നു മാസങ്ങളോളം. അവർക്കാർക്കും പിന്തുണ നൽകിക്കൊണ്ട് സതീശൻ ഒരു ദിവസം പോലും അവിടെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു സത്യാഗ്രഹം ഇരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം വന്നു, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അവിടെ വന്നു, എന്തോ പ്രസംഗിച്ചു, തിരിച്ചുപോയി. എന്നാൽ രമേശ് ചെന്നിത്തല അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നിരവധി കേസുകളുമായി, നിരവധി അഴിമതി വിഷയങ്ങളുമായി സർക്കാരിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പല കേസുകളിലും അദ്ദേഹത്തിന് അനുകൂല വിധിയുണ്ടായിട്ടുണ്ട്. AI ക്യാമറ, മൊബിലിറ്റി, പമ്പ മണൽക്കടത്ത്, സ്പ്രിംഗ്ലർ, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ സർക്കാരിനെ മുട്ടുകുത്തിച്ച ഒരു പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള ചില മാധ്യമങ്ങളൊക്കെ മുഖ്യമന്ത്രി ആരാകണം എന്ന വിഷയത്തിൽ ഒരു സർവേ നടത്തി. ആ സർവേയിൽ പിണറായി വിജയനെയും VD സതീശനെയുമാണ് അവർ ആദ്യമായി ഉയർത്തി കാണിച്ചത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി യാതൊരു സംഭാവനയും ചെയ്യാത്ത ഒരാളാണ് ഈ VD സതീശൻ. അവരുടെ ആ സർവേയിൽ കണ്ടെത്തിയ ഫലം പോലും ഏകദേശം സാമ്യമുള്ളതായിരുന്നു. അതിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ താനാണ് മുഖ്യമന്ത്രി പദത്തിന് അനുയോജ്യൻ, താനാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിക്കാൻ VD സതീശനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരുമൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. പക്ഷേ ഇനി കേരളത്തിനെ കാത്തിരിക്കുന്ന ഒരു ദുരന്തം, UDF സർക്കാർ അധികാരത്തിൽ വന്ന VD സതീശനാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ ഒരിക്കലും ഒരു തരത്തിലും ഈ സർക്കാരിന് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാകും. എന്ന് മാത്രമല്ല, കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാർ താഴെ പോകാനും സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ഈ കമ്മികളുടെ ഒരു സ്വഭാവം നമുക്കറിയാം. ഒരു സർക്കാർ അധികാരത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടു, പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് വിഷയങ്ങളൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ അക്രമം കാണിക്കണം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ട ബക്കറ്റ് പിരിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും അവർക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യാനുള്ള ജോലി ഇത്തരത്തിൽ സർക്കാരിനെ എങ്ങനെ ഏത് വിധേനയും പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതാണ്. അതിന് തരണം ചെയ്യാൻ ഒരിക്കലും VD സതീശനെ പോലെയുള്ള ഒരു നേതാവിന് സാധ്യമല്ല. എന്നാൽ രമേശ് ചെന്നിത്തല അങ്ങനെയല്ല. അദ്ദേഹത്തിന് കൃത്യമായ വീക്ഷണമുണ്ട്. അദ്ദേഹത്തിന് ഒരു കാര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം, ഒരു വിഷയത്തെ ആർക്കും കേടില്ലാത്ത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം. അതുമാത്രമല്ല, കണ്ണൂരിലെ പ്രമുഖ നേതാവായ K സുധാകരനെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ പേരാണ്. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണം
ആകും എന്നുള്ളൊരു തോന്നൽ അണികൾക്കിടയിലുണ്ട്, ജനങ്ങൾക്കിടയിലുണ്ട്. ഇതൊന്നും സതീശനോടൊപ്പം നിൽക്കുന്നവർക്കും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇനി അത് മാത്രമല്ല, അടുത്ത UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അന്തം കമ്മികൾ നടത്തുന്ന ഒരു ആക്രമണങ്ങളെ ചെറുക്കാൻ ഒരു ശക്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വേണം, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി വേണം. കാരണം ഇവരെ അടിച്ചൊതുക്കാതെ മറ്റു നിവൃത്തിയില്ല. ആ രീതിയിലായിരിക്കണം, അങ്ങനെ ആർജവമുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ല എങ്കിൽ ഈ ഒരു തരത്തിലും ഇവിടെ കേരളത്തിലെ മന്ത്രിമാർക്ക് മാത്രമല്ല, ഈ കേരളത്തിലെ സാധാരണക്കാർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഈ അന്തം കമ്മികൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ VD സതീശൻ ഒരിക്കലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത് അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവായിരുന്ന ഈ കാലയളവിൽ അദ്ദേഹം തെളിയിച്ചു. തന്നെ കൊണ്ട് ആ പണിക്ക് പോലും കൊള്ളില്ല, ചുമ്മാ വളുവള വാചകം അടിക്കാനല്ലാതെ എന്നെ കൊണ്ട് മറ്റൊന്നിനും കഴിയില്ല എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയായാൽ ഒരിക്കലും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് നല്ലതാകില്ല. കാരണം ഒരു പിണറായി വിജയന്റെ ഭരണം പോകാനാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത്. പിണറായി വിജയനെ പടിയിറക്കി വിട്ടിട്ട് അതിലും ദുർബലനായിട്ടുള്ള, അല്ലെങ്കിൽ അതിലും കഴിവുകെട്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതൊരിക്കലും നമുക്ക് നല്ലതിനാകില്ല. അതുകൊണ്ട് തന്നെ ഈ VD സതീശന്റെ ഈ ഒരു ആഗ്രഹം നടക്കാതിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്കും കോൺഗ്രസ് പാർട്ടിക്കും നല്ലത്.